ശ്രീ സായിരാം. അയോധ്യാകാന്ഡം ഭാഗം 9. ഭരത രാഘവ സംഗമം. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും സന്തോഷത്തോടെ ചിത്രകൂടത്തിൽ കഴിയുന്നത് നമ്മൾ കണ്ടു അല്ലേ? ആ സമയത്ത് അയോധ്യയിൽ എന്താണ് ഉണ്ടായത് അത് നമുക്കറിയണ്ടേ? നമുക്ക് നോക്കാം. ദശരഥ മഹാരാജാവ് ഹൃദയം പൊട്ടി പുത്രശോകം കൊണ്ട് മരണമടഞ്ഞു ഇല്ലേ? അപ്പോ അന്നത്തെ കാലത്തും ശവശരീരം സൂക്ഷിക്കാനുള്ള വഴികളൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ശവശരീരം ഒരു എണ്ണത്തോണിയിൽ സൂക്ഷിച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷി ഭരതനെയും ശത്രുഘ്നെയും വരുത്തുവാനായിട്ട് ദൂതന്മാരെ അയച്ചു. കേകയ രാജ്യത്തിലെത്തിയ ദൂതന്മാര് ഭരതനും ശത്രുഘ്നനും ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. കാരണം അയോധ്യയിൽ പ്രവേശിച്ച ശേഷമല്ലാതെ അവര് വിവരം അറിയാൻ പാടില്ല എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞിരുന്നു. കാരണം ഭരതന് അത് താങ്ങാനാവില്ല. അതുകൊണ്ട് അങ്ങനെ അവര് അയോധ്യയിൽ പ്രവേശിച്ച ഉടൻ തന്നെ എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ച മാതിരി ഭരതന്റെ മനസ്സെങ്ങനെ വല്ലാതെ തുടികൊട്ടാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? തൻ്റെ അമ്മയായ കൈകേയിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടെ അച്ഛനെ കാണാതെ പോയത് വലിയ സങ്കടമായി. അതുകൊണ്ട് കൈകേയി സങ്കടമൊന്നും കാണിക്കുന്നുമില്ല. അപ്പൊ ഭരതൻ അത്ഭുതമായി. ഭരതൻ ചോദിച്ചു, അമ്മേ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയോധ്യ ആകെ ഒരു മരണ നഗരം പോലെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും അമ്മയുടെ കൊട്ടാരത്തിൽ കാണുന്ന എൻ്റെ അച്ഛൻ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോ കൈകേയിയുടെ സ്വഭാവം മാറിപ്പോയല്ലോ. ഹൃദയശൂന്യായി. നിന്റെ അച്ഛൻ ദിവംഗതനായി, സ്വർഗരാജ്യം പോകി എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാണൻ വെടിയുകയോ? ആ സമയത്ത് രാമനും ലക്ഷ്മണനും ഒക്കെ എവിടെയായിരുന്നു? എന്തിനാണ് അവരെ വിളിച്ചത്? എന്നെ വിളിച്ചില്ലേ? എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ലേ എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഇല്ല, അവര് വനവാസത്തിന് പോയത് കൊണ്ടാണ് ദശരഥ മഹാരാജാവ് ദുഃഖിതനായി നിലവിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ ഭരതൻ ദുഃഖം കൊണ്ട് ഉടൻ തന്നെ ബോധശൂന്യനായിട്ട് താഴെ വീണിട്ട് ഉടൻ തന്നെ ഉണർന്നെഴുന്നേറ്റിട്ട് തൻ്റെ ദുഷ്ടയായ അമ്മയെ ഒരുപാട് വഴക്ക് പറയും. അമ്മ എങ്ങനെ ഹൃദയശൂന്യായാൻ പറ്റി? അമ്മയെ പോലൊരു ദുഷ്ട മനസ്സുള്ള ഒരാളുടെ മകനായിട്ട് ഞാൻ എങ്ങനെ ജനിച്ചു ഭഗവാനെ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ രാമനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കരയാൻ തുടങ്ങി. അതുപോലെ ദേഷ്യപ്പെടാനും തുടങ്ങി. എന്നിട്ട് അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് നേരെ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ശുദ്ധനും വളരെ രാമഭക്തനുമാണ് ഭരതനെന്ന് കൗസല്യദേവിക്ക് അറിയാം. അതുകൊണ്ട് ഈ വേർപാട് സഹിക്കാനാവാതെ കരയുന്ന ഭരതനെ അവർ കെട്ടിപ്പിടിച്ച് സമാശ്വസിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അമ്മയെ, ഞാൻ നിരപരാധിയാണ് അമ്മേ, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയാം മകനെ, നീ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ആ സമയത്ത് വസിഷ്ഠ മഹർഷി അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മതി, ജനിച്ചവർക്ക് മരണം സുനിശ്ചിതമാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ദശരഥ മഹാരാജാവ് വളരെ ശ്രേഷ്ഠനായ രാജാവും നല്ല ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് ദുഃഖമൊക്കെ ഒതുക്കി അച്ഛൻ്റെ ശവം ദഹിപ്പിക്കാനും വേണ്ട ബലികർമാദികൾ ചെയ്യാനുള്ള വഴിയൊരുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സരയൂ നദിയുടെ തീരത്ത് ശവസംസ്കാരമൊക്കെ നന്നായി ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ഭരതനോട് പറഞ്ഞു, നിനക്ക് അച്ഛൻ രാജ്യം തന്നിരിക്കുകയാണ്, അതുകൊണ്ട് നീ രാജ്യം സ്വീകരിക്കണം, ഭരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഭരതൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഈ രാജ്യം എൻ്റേതല്ല, എനിക്ക് ഈ രാജ്യം വേണ്ട, ഇത് ശ്രീരാമന്റെ രാജ്യമാണ്. അതുകൊണ്ട് ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നാളെ തന്നെ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പോവുകയാണ്. എൻ്റെ ജ്യേഷ്ഠനായ രാമനല്ലാതെ മറ്റൊരു രാജാവില്ല. ഞങ്ങൾ 3 പേരും അദ്ദേഹത്തിൻ്റെ സേവകന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരതൻ യാത്ര തിരിക്കുവാനുള്ള ഏർപ്പാടാക്കുകയാണ് ചെയ്യുന്നത്. രാമായണത്തിലെ സഹോദര സ്നേഹം യാതൊരു പദവിയോ സമ്പത്തോ ഒന്നുമല്ല. സഹോദര സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് തെളിയിക്കുന്ന ഒരു മഹാസുന്ദരമായ കുടുംബകഥ കൂടിയാണ് രാമായണം. അടുത്ത ദിവസം രാവിലെ തന്നെ
ശ്രീരാമനെ സന്ദർശിക്കാനായിട്ട് ഭരതൻ പോകുന്നു എന്ന് പറഞ്ഞതും രാജ്യവാസികൾ ഒന്നടങ്കം, അയോധ്യ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങളും വരികയാണ്. അപ്പൊ പറഞ്ഞു ശ്രീരാമനെ സ്വീകരിച്ചു കൊണ്ടുവരാനായിട്ട് സേനയോടുകൂടി എല്ലാ ഒരുക്കങ്ങളും കൂടിയാണ് ഭരതൻ പോകാൻ തുടങ്ങുന്നത്. ഭരതന്റെ ഭക്തിയും നിസ്വാർത്ഥ സേവനവും കണ്ടപ്പം പിന്നെ കുലഗുരു വസിഷ്ഠനും ബാക്കി മന്ത്രിമാർക്കും കൗസല്യ, കൈകേയി, സുമിത്ര, സുമന്ത്രർ എല്ലാവർക്കും വളരെ സന്തോഷമായി. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളും നിന്റെ കൂടെ തന്നെ വരികയാണ് എന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് ചേർന്ന് അവര് കാട്ടിലേക്ക് പുറപ്പെട്ടു. ആദ്യം തന്നെ തമസാ നദിയുടെ തീരത്തെത്തി അവിടെ കുറച്ചു സമയം വിശ്രമിച്ചു. അപ്പൊ സുമന്ത്രർ പറഞ്ഞു എവിടെയാണ് അവരിരുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഗംഗാ നദിയുടെ തീരത്ത് പോയി ശൃംഗവേരപുരം. അപ്പൊ ശൃംഗവേരപുരത്തിലെ ആൾക്കാർ നോക്കിയപ്പം വലിയൊരു സേനയോടുകൂടിയാണ് ഭരതൻ വന്നിരിക്കുന്നത്. അപ്പം ഗുഹൻ വിചാരിച്ചു ചിലപ്പോൾ ഭരതൻ ആക്രമിക്കാൻ വന്നതാണെങ്കിലോ, അതുകൊണ്ട് പറയും ഒരൊറ്റ തോണി പോലും നമ്മൾ വെള്ളത്തിൽ ഇറക്കരുത്, ഇവരെ അക്കരെ കടക്കാൻ സമ്മതിക്കരുത്. കാരണം ഗംഗ വലിയൊരു നദിയാണ്, അത് അത്ര എളുപ്പം അക്കരെ കടക്കാൻ പറ്റില്ല അപ്പൊ സഹായമില്ലാതെ. അങ്ങനെ പറഞ്ഞിട്ട് ഗുഹൻ പറഞ്ഞു ഞാനിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഭരതനെ കാണാൻ വന്നു. ചോദിച്ചു. അപ്പൊ ഭരതന്റെ മട്ടും മാതിരിയും ശ്രീരാമഭക്തിയും എല്ലാം കണ്ടപ്പോ ഗുഹൻ കോരിത്തരിച്ചു പോയി. ഇത്രയ്ക്ക് ശ്രീരാമനെ സ്നേഹിക്കുന്ന ഒരു അനുജൻ, ലക്ഷ്മണനെ പോലെ തന്നെ ഗുഹന് വലിയ സന്തോഷമായി. എന്നിട്ട് അപ്പൊ സീതയും ശ്രീരാമനും ലക്ഷ്മണനും ഇരുന്ന സ്ഥലം, കിടന്ന സ്ഥലം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം കാണിച്ചു കൊടുത്ത് അതെല്ലാം കണ്ട ശേഷം ഗുഹൻ എല്ലാവരെയും നദിയുടെ അപ്പുറം 500ഉം 600ഉം തോണികൾ, വലിയ വലിയ തോണികളാണ്, അത് വരുത്തി 2-3-4 പ്രാവശ്യമായിട്ട് ഇവരെ എല്ലാവരെയും വനത്തിനപ്പുറം കടത്തി. എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗുഹനും കൂടി അവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ പോയി അവര് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. അവിടെ ചെന്നപ്പോൾ മഹർഷിക്ക് ഭയങ്കര സന്തോഷമായി. മഹർഷി ചോദിച്ചു രാജ്യം ഭരിക്കേണ്ട നീ എന്തിനാണ് ഇങ്ങനെ താപസ വേഷത്തിൽ കാൽനടയായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഭരതൻ പറഞ്ഞു സ്വാമി ഞാൻ നിരപരാധിയാണ്, എനിക്ക് രാജ്യമൊന്നും വേണ്ട, ഞങ്ങളുടെ രാജ്യം ശ്രീരാമൻ്റെതാണ്, ഞങ്ങൾ ശ്രീരാമന്റെ സേവകരാണ്, അതുകൊണ്ട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഭരദ്വാജ മഹർഷി അന്ന് അവിടെ രാത്രി താമസിച്ച് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അന്ന് ഭരദ്വാജ മഹർഷിയുടെ തപസ്സിന്റെ ശക്തി നോക്കിക്കോളൂ കുട്ടികളെ. അറിയാമോ, ആ സേനയ്ക്കും അവർക്കെല്ലാവർക്കും ഭരദ്വാജ മഹർഷിയുടെ തപശക്തി കൊണ്ട് താമസിക്കുവാനുള്ള നല്ല ഭവനങ്ങളും നല്ല അതിസുന്ദരമായ ഭക്ഷണവും എല്ലാം അവിടെ തയ്യാറായി. അവരെല്ലാം കഴിച്ചിട്ട് അവരെല്ലാവരും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടി പോകാനായിട്ട് ഒരുങ്ങും. അപ്പൊ ചിത്രകൂടത്തിലേക്കാണ് താമസിക്കുന്നത്. ചിത്രകൂടത്തിലേക്കുള്ള വഴി കാണിക്കുവാനായിട്ട് ഭരദ്വാജ മഹർഷി തന്റെ ശിഷ്യന്മാരെയും കൂടെ അയച്ചു. അങ്ങനെ ഇവര് സന്നാഹത്തോടുകൂടി എല്ലാവരുമായിട്ട് കാട്ടിലൂടെ പോവുകയാണ്. കാട്ടിലൂടെ നടക്കുകയല്ലേ, ഒരുപാട് വലിയൊരു ജനക്കൂട്ടം. അപ്പൊ കാട്ടിലിങ്ങനെ പൊടിപടലങ്ങൾ ഉയരുകയാണ്. അത് കണ്ട് ലക്ഷ്മണൻ ഈ സമയത്ത് കൂടത്തിലെ ഒരു പഴം പറിക്കാനായിട്ടൊരു മരത്തിന്റെ മുകളിൽ കയറി. ആ സമയത്ത് എന്താണ് കാണുന്നത്? വലിയ പൊടിപടലങ്ങളും വലിയൊരു സേനയും അതിൻ്റെ മുന്നിൽ ഭരതനെയും കണ്ടു. അപ്പൊ വേഗം താഴെ ഇറങ്ങി ചെന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ, ഭരതൻ യുദ്ധത്തിനായിട്ട് വരുന്നുണ്ട്, നമ്മളെ ഇവിടെയും താമസിക്കാൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മണ, നീ കാണാൻ പോണ പൂരം എന്തിനാണ് പറയുന്നത്? നിനക്ക് ഭരതനെ ഒട്ടും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും മുൻകൂട്ടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, നീ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭരതനും ശത്രുഘ്നും ചിത്രകൂട പർവ്വതം കണ്ടതും അവരവിടെ തന്നെ താഴെ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ഓടിക്കയറി നോക്കിയപ്പോൾ അതിസുന്ദരമായ പർണശാലയില് ശ്രീരാമനും സീതയും ലക്ഷ്മണനും നിൽക്കുന്നത് കണ്ടു. ഓടിച്ചെന്ന് ഭരതൻ
ശ്രീരാമന്റെ കാൽക്കൽ വീണ് കണ്ണുനീരുകൊണ്ട് കാല് കഴുകി ഭരതൻ അതിവാത്സല്യത്തോടുകൂടി എണീപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഈ സമയം കൊണ്ട് അമ്മമാരും അവിടെ എത്തി. അവിടെ ഒരു എന്താ പറയാ കരച്ചിലിന്റെ തിരിപൂരം. എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുകയാണ്. അവർക്ക് ആർക്കും ആ വിരഹം താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ വിചാരിച്ചു അച്ഛൻ വൃദ്ധനായതുകൊണ്ട് വരാത്തതായിരിക്കും, അച്ഛന്റെ കാര്യം പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞു, അച്ഛൻ എല്ലാ ധർമ്മിഷ്ഠരായ രാജാക്കന്മാരും ചെല്ലേണ്ടതായ സ്വർഗരാജ്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതായത് മരിച്ചുപോയി എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോ ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും ഭയങ്കര ദുഃഖം വന്നു. എന്നിട്ട് എല്ലാ സഹോദരന്മാരും കൂടെ അവിടെ ഗംഗാനദിയുടെ തീരത്ത് ചെന്ന് അച്ഛന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു. ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ, അയോധ്യയിലേക്ക് മടങ്ങാൻ പറ്റില്ല. അങ്ങില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വനമാണ്. അങ്ങുള്ള വനം തന്നെയാണ് ഞങ്ങൾക്ക് അയോധ്യ. അതുകൊണ്ട് അങ്ങ് തിരികെ വരണം. അച്ഛൻ അറിവില്ലാതെ അമ്മ പറഞ്ഞതൊക്കെ കേട്ടുപോയതാണ്. അതുകൊണ്ട് പിതൃവാക്യത്തെ അനുസരിക്കേണ്ടതില്ല, തിരികെ വരണം എന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമൻ പറഞ്ഞു, നമ്മുടെ അച്ഛൻ ഉണ്ടനോ അല്ലെങ്കിൽ ചതിയനോ അല്ലെങ്കിൽ സ്ത്രീജിതനോ ഒന്നുമായിരുന്നില്ല. അച്ഛൻ വളരെ ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയുമുള്ള മഹാപുരുഷനായിരുന്നു. അച്ഛന് സത്യം പാലിക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ജീവൻ പോലും ത്യജിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ അച്ഛന്റെ സത്യം പാലിക്കുക എന്നുള്ളത് നമ്മുടെ പുത്രന്മാരുടെ ധർമ്മമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഭ്രാന്ത ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് അച്ഛനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ അച്ഛൻ പറഞ്ഞത് മാതിരി രാജ്യം ഭരിക്കുക. 14 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ അങ്ങ് വരില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ഭരതൻ കേൾക്കുന്നില്ല. പിന്നെയും കരഞ്ഞും പിന്നെ വിലപിച്ചും അപേക്ഷിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു. ആർക്ക്? കുലഗുരു വസിഷ്ഠന്. അപ്പൊ കുലഗുരു വസിഷ്ഠൻ ഭരതനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല. ശ്രീരാമൻ രാക്ഷസവധത്തിനും അധർമ്മം നശിപ്പിച്ച് ധർമ്മം പരിപാലിക്കുന്നതിനും വേണ്ടി മനുഷ്യരൂപത്തിൽ അവതരിച്ച മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യം നടക്കണമെങ്കിൽ അദ്ദേഹം കാട്ടിൽ താമസിച്ചേ പറ്റുള്ളൂ. കാട്ടിലുടനീളം ഒരുപാട് കാടുകളും എല്ലാം ഒരുപാട് രാക്ഷസന്മാരും എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് കഴിയുകയാണ്. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അതുകൊണ്ട് നീ വാശി പിടിക്കേണ്ട എന്ന് പറഞ്ഞു. രാമന്റെ വനവാസത്തിന് മന്ധരയോ കൈകേയിയോ ദശരഥ മഹാരാജാവോ ആരും ഉത്തരവാദിയല്ല. അതിന് ഭഗവാന്റെ നിശ്ചയം തന്നെയാണ്. ഭഗവാന്റെ നാടകത്തിന്റെ ഒരു രംഗമായിട്ട് അതിനെ കണ്ടുകൊണ്ട് നീ നിന്റെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭരതന് എല്ലാം മനസ്സിലായി. അപ്പൊ അവിടെ തന്നെ ഭരതൻ വളരെ ശ്രേഷ്ഠനായ പയ്യനായിരുന്നു. അതായത് സ്വഭാവശുദ്ധിയിലും ധർമ്മനിഷ്ഠയിലുമൊക്കെ ശ്രീരാമന്റെ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു ഭരതൻ. അതുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, എന്ന ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഞാൻ രാജ്യം ഭരിച്ചു കൊള്ളാം. അതുകൊണ്ട് അതിനുവേണ്ടി അങ്ങയുടെ പാതുകകൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അത് സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അങ്ങാണെന്ന് കരുതി അങ്ങയുടെ ദാസനായിട്ട് ഞാൻ രാജ്യം ഭരിക്കാം എന്ന് പറഞ്ഞു. ശ്രീരാമൻ ഭരതനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ ലോകത്തിതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്ര ത്യാഗമനസ്ഥിതിയും ഇത്ര നിസ്വാർത്ഥ സ്നേഹവുമുള്ള ഒരു സഹോദരൻ ഉണ്ടാവുന്നതിലും വലിയ പുണ്യം ആർക്കാണുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് പാതുകകൾ ഭരതന് കൊടുത്തു. ഭരതൻ എന്ത് ചെയ്തു? ഉടൻ തന്നെ അത് തലയിൽ വെച്ചു. എന്നിട്ട് ശ്രീരാമനെ പോലെ തന്നെ നഗ്നപാതനായിട്ട് കാലില് ചെരുപ്പൊന്നും ഇടാതെ ശ്രീരാമനെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പിന്നെ പാതുകൾ തലയിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഗുഹനും എല്ലാവരും തിരികെ പോവുകയാണ്. അപ്പോൾ അമ്മമാർക്കൊക്കെ സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞില്ല, നിങ്ങളാരും വനത്തിൽ താമസിക്കാൻ നിങ്ങൾക്കാർക്കും പറ്റില്ല, എല്ലാവരും തിരികെ പോകണം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ, 14 വർഷം പൂർത്തിയാകുന്ന ആ ദിവസം
അങ്ങ് ഞാൻ എണ്ണി എണ്ണി കാത്തിരിക്കും. അങ്ങ് ആ ദിവസം തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ ചിത കൂട്ടി അഗ്നിയിൽ പ്രവേശിച്ച് ആത്മത്യാഗം ചെയ്യും, എൻ്റെ ജീവത്യാഗം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ ഉറപ്പ് നൽകി, വേണ്ട, തീർച്ചയായിട്ടും ഞാൻ അന്ന് അവിടെ എത്തിയിരിക്കും, എൻ്റെ വാക്കാണ്, നീ വിശ്വസിച്ചുകൊള്ളൂ, ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം തീർന്നാൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് തന്നെ തിരികെ എത്തുന്നതായിരിക്കും എന്ന് വാക്കുകൊടുത്ത് സമാധാനിപ്പിച്ച് ഭരതനെയും ശത്രുഘ്നെയും അമ്മമാരെയും എല്ലാവരെയും പറഞ്ഞയച്ചു. അങ്ങനെ ഗുഹൻ പിന്നെയും അവർക്ക് വഴി കാണിച്ചുകൊണ്ട് മുമ്പിൽ നടന്നു. ഗംഗാനദിയുടെ തീരത്തെത്തിയപ്പോഴത്തേക്കും മറുകരയിലേക്ക് എല്ലാവരെയും എത്തിച്ചു. അവരെല്ലാവരും മടങ്ങിപ്പോയി അയോധ്യയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഭരതൻ പക്ഷേ 2 ശപഥങ്ങൾ ചെയ്തു. വളരെ തീക്ഷ്ണമായ 2 ശപഥങ്ങളായിരുന്നു. എന്താണെന്നറിയാമോ? ശ്രീരാമദേവൻ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ സാരഥി ആകുന്നത് വരെ ഞാൻ 14 വർഷവും ഒരു കുതിരപ്പുറത്ത് കയറുകയോ ഒരു രഥത്തിൽ കയറുകയോ ചെയ്യില്ല. ഞാൻ കാൽനടയായി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രീരാമദേവന്റെ മുഖം ദർശിക്കുന്നത് വരെ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കിയും സംസാരിക്കുകയില്ല എന്നൊരു കഠിന ശപഥമെടുത്തു. എന്നിട്ട് ശ്രീരാമനെ പോലെ തന്നെ ജടാ എല്ലാം അണിഞ്ഞ് വൽക്കലമണിഞ്ഞ് നന്ദാവനം എന്ന സ്ഥലത്ത് നന്ദിഗ്രാമത്തില് ഒരു ചെറിയ ആശ്രമം പോലെയുള്ളൊരു ചെറിയ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ശ്രീരാമനും ലക്ഷ്മണനും ചെയ്യുന്നത് പോലെ തന്നെ വെറും നിലത്ത് ഇലകളുടെ മുകളിൽ ശയിച്ചുകൊണ്ട് നഗ്നപാതനായിട്ട് നടന്നുകൊണ്ട് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണോ അവർ വനത്തിൽ ജീവിക്കുന്നത് അതുപോലെയാണ് ഭരതൻ 14 വർഷവും. അടുത്ത അയോധ്യ എന്ന മഹാനഗരം ഉണ്ടായിട്ട് പോലും ഒരു നഗരത്തിലും പ്രവേശിക്കാതെ ശ്രീരാമനെ പോലെ തന്നെ ശ്രീരാമ ധ്യാനത്തോടുകൂടി ശ്രീരാമപാദത്തിൽ അർച്ചന ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഭരതന്റെ മഹാത്യാഗത്തിൻ്റെയും മഹാസ്നേഹത്തിൻ്റെയും കഥയാണ് ഭരതരാഘവ സംഗമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത കഥയുമായിട്ട് അമ്മ നാളെ വരാം. സായിരാം.